അപ്പൊ ഏതായാലും നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേര് ഉരുട്ടുവണ്ടി. അപ്പോ രണ്ട് ക്യാപ്റ്റൻസിനും തീരുമാനിക്കാം ആദ്യം ഏത് ടീം കളിക്കണം, ഏതൊക്കെ മെമ്പേഴ്സ് വന്ന് കളിക്കണം എന്നുള്ളത്. ആദ്യം അവര് കളിച്ചോട്ടെ. ആദ്യം ഞങ്ങളുടെ ടീം കളിച്ചോട്ടെ. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നത് വണ്ടി വലിക്കാൻ നല്ലത് രണ്ട് ആണുങ്ങൾ തന്നെ വലിക്കാം. നമ്മുടെ കുമ്പിടി കയറി നടുക്കിരിക്കും. ബാലൻസ് ചെയ്യണം നോക്ക്, ബാലൻസ് ചെയ്യണം നോക്ക്. അവിടെ കേറുമ്പോ ഇരിക്കണേ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാ അതൊക്കെ ഇങ്ങനെ പൊമ്പൊന്ന് പോകുന്ന നടക്കണൊക്കെ പോവാനിട്ടാണോ, നടക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കണേ. അളിയ ബസർ വരും, കുറച്ച് സ്പീഡാവ്. അസീസേ സ്പീഡായിക്കും, ആ കൊച്ചു വീഴൊന്നുമില്ല. അസീസേ ആ കൊച്ചു വീഴിയല്ല, നിങ്ങൾ സ്പീഡാവ്. ഒരുപാട് സ്പീഡിൽ പോയാലും വീഴും ചിലപ്പോ. പിന്നെ പിന്നെ നിങ്ങൾ സ്പീഡായിരിക്കും, ആ കൊച്ചു നോക്കിക്കോളൂ അതിന്റെ കാര്യം, അത് വീഴൊന്നുമില്ല. അയ്യോ ഒന്നോട്ടെടുക്കാവോ? ഇല്ല, അടുത്ത തിരിച്ചു വന്നിട്ട് അവിടുന്ന് പോകുമ്പോൾ ബാക്കോട്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്തിരിക്കുന്നുണ്ടോ? അതുപോലെ ഒരു കൈഡിയോട് കേട്ടോ എന്നൊക്കെ. വെരി ഗുഡ്, സൂപ്പർ. അന്ന അവിടെ നിന്നുകൊണ്ട് തന്നെ ചോദിച്ചോട്ടെ, എന്തൊക്കെയാണ് ഡെയിലി പ്രാക്ടീസ്? ഇങ്ങനെ ഈ ഉണക്കക്കൊള്ളിയായിട്ട് ഇരിക്കണതാണോ? ഉണക്കക്കൊള്ളി എന്നല്ല, നല്ല സ്റ്റാമിന. അല്ല, ഇങ്ങനെ ഈ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാലൻസിങ് എന്തൊരു അടിപൊളിയാ. എങ്ങനെയാ ഈ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണേ? ഇവരുടെ പാറ മടയുണ്ട് ഇവരുടെ അടുത്ത്, അത് ലോഡ് ചെയ്തിട്ട് ലോറിയിൽ കൈ പിടിക്കാതെ ഇങ്ങനെ നിൽക്കും. അതാണ് പിന്നെ ഡെയിലി രണ്ട് പയ്യന്മാരെ വലിപ്പിക്കും. ചെയ്യുന്നില്ല, സമയത്തിന് ആഹാരം കഴിക്കില്ല, അതുകൊണ്ട് വണ്ണം വെക്കാത്തേന്ന് തോന്നുന്നു. ശരി, ഭയങ്കര ബാലൻസിങ് ആട്ടോ. യോഗ അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടോ? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. എനിവേസ് ഒരു വലിയ കൈ കൊടുക്കണല്ലേ, നല്ലോണം കൈ കഴിക്കുമ്പോൾ വീഴുമ്പോ. അപ്പോ നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുമ്പഴിയുടെ മുടി നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, കാണിച്ചു കൊടുക്കല്ലേ? യെസ്, അഴിച്ചോളൂ. ക്ഷീള് തീർക്കാതെ നോക്കണേ. കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു രസം. സമയത്തിന് ആഹാരം കഴിക്കാത്തതിനല്ല ക്ഷീണം, ഈ മുടി ബെസ്റ്റ്. ഇതൊരു 1 മണിക്കൂർ എടുക്കും. ഇനി ഒരു കാന്തം പിടിച്ചിട്ട് ഒരൊറ്റ കറക്കിറക്കിയാ പോരെ, മൊത്തം ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇതിലും കുറച്ചുകൂടെ ആവും, ഇത് ചീകിയിട്ടില്ലെന്ന്. കാഴ്ച ബംഗ്ലാവിൽ പോകാൻ പറ്റില്ല, സിംഹത്തിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ സിംഹം ഓടി. മോളെ ഇങ്ങനെയാണോ മോള് ജനിച്ചപ്പോൾ ഇങ്ങനെ ഇത് ചെയ്താണോ? ഇത് ജനിച്ചപ്പോ തന്നെ ഇങ്ങനെ മുടി. മലയാളിയല്ലേ അച്ഛനും അമ്മയൊക്കെ? ഇത് മോള് പിന്നെ കുളിച്ചിട്ട് തോർത്തൊന്നും വെച്ചൊന്നും ചെയ്തില്ലല്ലേ? ഇത് കുളിച്ചിട്ട് ചുമ്മാ തല തോർത്തില്ലേ, അപ്പൊ ആണ് ഇങ്ങനെ ഇരിക്കുക. ഇത് ഇനി ചീപ്പ് വെച്ചിട്ട് ചീകുമ്പോ ഭയങ്കരമായിട്ട് വിടർന്നു. ഭയങ്കര വാക്കുണ്ട് ഇപ്പൊ, നല്ല ഭയങ്കരവാ. ഇതൊക്കെ ഞങ്ങളുടെ മിനിയേച്ചർ വേർഷൻ ആണ്. തല ചീകാറില്ലാന്ന് ചേർത്തല കൊണ്ടുപോയി തൊണ്ട് തല്ലിക്കുന്നവരെ കൊണ്ട് തല്ലിക്കുമെന്ന്. അപ്പോ ഇവരുടെ ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. 4 minutes 16 seconds കൊണ്ട് ടോട്ടൽ 16 ബോൾസ് ആണ് ഇവർ ഈ ബാസ്കറ്റിലാക്കിയത്. കൺഗ്രാറ്റുലേഷൻസ് ടു അന്ന ചാക്കോ, ബിനു ചേട്ടൻ ആൻഡ് അസീസ്ക. അപ്പൊ ഇതെല്ലാം ഇനി നമ്മുടെ നവ്യ ചേച്ചിയുടെ ടീമാണ് ഇനി വരാൻ പോകുന്നത്. നെൽസൺ ചേട്ടന്റെ നേതൃത്വത്തിലുള്ള ടീം. ഓക്കെ, ജയിച്ചു മക്കളെ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐശ്വനോട് പറയാനുള്ളത് ഒരു പെൺകുട്ടിയാണ്. ഓക്കെ, നാളെ സിനിമയുടെ ഷൂട്ടിംഗ് കൊണ്ട്. അതെ അതെ അതെ. അപ്പൊ ദയവ് ചെയ്ത് പതുക്കെ നോക്കി കണ്ടൊക്കെ വലിക്കാം. എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ടീമാണ്, വിട്ടു തരണം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൗണ്ട് ഡൗൺ പറഞ്ഞോളൂ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1.
വണ്ടി ഇറക്കത്തിലല്ല. മേലെ കയറണം, വണ്ടി മേലെ കയറണം. വണ്ടി മേലെ കയറണം. കൈകൊണ്ട് തട്ടിയിട്, കൈകൊണ്ട് തട്ടിയിട്. എനിക്ക് എങ്ങനെ തന്നെ വേണം. ആണുങ്ങൾക്കേ പറ്റത്തുള്ളൂ. മേലോട്ട് കയറണം. വണ്ടി കയറണം, വണ്ടി കയറണം. കയറണം. നോക്ക്, 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 നോക്ക്. ബാലൻസ് ചെയ്യ്. ഉള്ളിരിക്കരുത്, ഉള്ളിരിക്കരുത്. അവിടെ കയറണം. സ്ട്രൈറ്റ്, സ്ട്രൈറ്റ്, സ്ട്രൈറ്റ്. നമ്മളെ കാലകത്തി വെക്ക്. കേറട്ടെ. പൊക്കിട്ടോ? തട്ടിയിടണം, തട്ടിയിടണം. നിയമമാണ്. എണീക്ക്, എണീക്ക്. അവരങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. കണ്ടിന്യൂ. ബോള് പോയാ? അല്ല പിടി, പിടി, ഇപ്പുറത്ത് പിടി. ശ്രീവിജയ് എഴുന്നേറ്റില്ലേ? വീട്ടിനകത്ത് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി ഇപ്പൊ വണ്ടി ചെറുതാക്കി കളയോ. ഇത്ര വിചാരിച്ചില്ലല്ലോ ഞങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്തപ്പോ. സത്യം. നിങ്ങൾ ചെയ്യുമ്പോ ഇത് ഇത്ര പാടാന്ന് ഞങ്ങൾ മനസ്സിലായില്ല. നല്ല പാടായിരുന്നു, പക്ഷെ എക്സ്പ്രഷൻ ഇല്ലായിരുന്നു. അതെ. എക്സ്പ്രഷൻ അല്ല. മിടുക്കി. എഴുന്നേൽ, ശ്രീവിജയ്, എഴുന്നേക്ക്. എനിക്ക് ഫ്രീ. പകുതി വരെ നിൽക്കുക. നമ്മളെ ബാലൻസ് ഒന്ന് നോക്കിയോ. നേരെയാണോ? അപ്പൊ നമ്മള് മൈനസ് എല്ലാം മാറ്റിയിട്ട് ടോട്ടൽ ഇവര് സ്കോർ ചെയ്തിട്ടുള്ള വാലിഡ് പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടീം സ്കോർ ചെയ്തിട്ടുള്ളത് ടോട്ടൽ 9 പോയിന്റ്സ്. ഐഷുവിന്റെ കുഴപ്പം ഈ ചില പിള്ളേരെ ഈ പറമ്പിൽ കളിക്കാൻ വരുമ്പോ പിള്ളേരെ ഈ കൊളുത്തില്ലാത്ത നിക്കർ ഇട്ടോണ്ട് വന്നിട്ട് നിക്കർ ഉരിവിടെ കിടക്കൂല. അതുപോലെയാണ് ഐഷു. ഒരു കാര്യം ഞാൻ പറയാം, സാധാരണ നമുക്ക് സമയം തന്നില്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം വേണമായിരുന്നു, നമുക്ക് അവരെ പോലെ സമയം തന്നില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയാമായിരുന്നു, ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് മനസ്സിലായത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നേരത്തെ ബെല്ലടിച്ചു. സത്യം കേട്ടോ. അസീസ്ക്കും പിൻചേട്ടനും വലിക്കുമ്പോൾ ഇത് ഇത്രയും ടഫാന്ന് നമുക്ക് തോന്നിയിരുന്നില്ല. നിങ്ങൾക്ക് ഇത് ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടഫായിരുന്നു. ഇവിടെ ഈ സാധനം ചെയ്തോണ്ടിരുന്നപ്പോഴേ നവ്യ, ഈ 3 പേരും കുടുംബത്തിലെ നുണയം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അതാണ് നിങ്ങൾ തോൽക്കാനുള്ള കാരണം. അവർ നുണ പറഞ്ഞു. ബെനു അളിയനും ആസീസും 2 ശക്തരായ തണ്ടികൾ. ഒപ്പം നടുക്ക് ചുമ്മാ തുമ്പി ഇരിക്കുന്ന പോലെ നമ്മുടെ തുമ്പിടി ഇരിക്കുക. പരിപാടി ഒരു വിഷയമില്ല. അല്ല അന്നയ്ക്ക് വെയിറ്റ് കുറവാ. അന്നയ്ക്ക് വെയിറ്റ് കുറവാ. ഞങ്ങൾ എവിടെ കേക്കണേ? അവിടെ നിന്നാണോ? ഞാൻ അറിഞ്ഞില്ല. ഇനി പന്നയ്ക്ക് വെയിറ്റ് കുറഞ്ഞിട്ടാണ് ഇവർക്ക് ജയം കിട്ടിയെന്നുണ്ടെങ്കിൽ വണ്ടി തിരിച്ചോണ്ട് വരണടാ. പഞ്ചില് നമ്മൾ ഒരു കാര്യം കൂടെ പറയാണ്. മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് റൗണ്ട് ഓഫ് ഉരുട്ട് വണ്ടി. എന്റെ അഭിപ്രായത്തിൽ 2 പേര് ആ വണ്ടി കയറി നിൽക്കുക. ഇങ്ങോട്ട് വലിക്കാൻ അപ്പുറത്തെ ടീമിൽ ഒരാളും, ഇങ്ങോട്ട് വലിക്കാൻ ഇപ്പുറത്തെ ടീമിൽ ഒരാളും. ശരി, അത് തന്നെയാണ് നമ്മുടെ പ്ലാൻ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. 2 പേര് ഇതിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. ഇങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു. ഇവിടെ ഒരു ടീമിന്റെ ആളും ഇവിടെ ഒരു ടീമിന്റെ ആളായിരിക്കും. ഏത് ടീമിലേക്കാണോ പോണേ അവർ. അപ്പൊ 2 പേരും മേളിൽ കയറിക്കോ. യെസ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വിട്ടുകൂടെ വിശാല. ഇവളെ എങ്ങോട്ടെങ്കിലും കൊണ്ട് കളയാൻ ഹലോ, ഞങ്ങളുടെ കുറ്റിന്ന് പിടുത്തം വിടണം. ഞങ്ങളുടെ കുറ്റി പിടിക്കാൻ പാടില്ല. എത്ര മനോഹരം. ഇതാണ് നിന്നെ കൊണ്ട് പറ്റൂല. ഞാൻ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞത്. പിന്നെ വലി ആ വെട്ടുൾപ്പെടെ പോയി കൈകൊണ്ട് അടിച്ചിടണം. നമുക്ക് കുറച്ചേരം ഹാസ്യം ആസ്വദിക്കാം. ഹാസ്യം ഇത്രയും വലിയൊരു വല ഞാൻ ഇനി പോ. ഇനി വാ, ഇനി അടി വാ.
ഞങ്ങളുടെ തുമ്പി ഇരിക്കുന്ന ഇരിപ്പോ കുമ്പിടി. അതിനകത്ത് കേറ്. അങ്ങനെ പറഞ്ഞ സ്റ്റോപ്പ് ചെയ്യുന്ന കൊച്ചു കയറുള്ളൂ. കൊച്ചിന്റെ വീട്ടിൽ അങ്ങനെ പഠിപ്പിക്കാം. വിട്ടാടാ. അവളെ വിശ്വസിക്കരുത്. ഞങ്ങളുടെ കൊച്ചിനെ വീഴിക്കരുത്. എടുത്തോണ്ട് എന്നെ കൊണ്ടുപോണെ. അതാ കള്ളി കള്ളി. മറ്റേതെങ്കിലും പിടിക്കാൻ എടാ ഇവള് പെണ്ണുങ്ങളെ എന്തിനാ ഉപദ്രവിക്കുന്നത്? എടി ഇതെങ്കിലും പിടിക്കാനുള്ള തുണ കാണിക്ക്. നിങ്ങളിനി എന്ന് മുഴുവൻ കളിച്ചാലും ഞങ്ങളുടെ ടീം എന്റെ ടീം ജയിക്കും. ഓക്കെ, അപ്പൊ ഇതിലും സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോഴും ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ പിഷുവിന്റെ ടീമാണ്. സോ നെൽസന്റെ വർത്താനം കേട്ടാ അത് ശരിയായില്ല എന്നാണല്ലോ. സന്തോഷം സന്തോഷം ഞങ്ങൾ ജയിച്ചതിന് സന്തോഷം. രണ്ട് കാര്യമാണ്. നിങ്ങളുടെ ടീമിൽ പെട്ടവര് ഞങ്ങളുടെ കുമ്പിടിനെ മറിച്ചിടാൻ നോക്കി, വീഴാതിരിക്കാൻ കുമ്പിടിയുടെ കാലെ പിടിച്ചു. കുമ്പിടിയെ വലയിലാക്കാൻ നോക്കി. ലാസ്റ്റ് ആ വലയുടെ കണ്ണിയുടെ ഉള്ളിലൂടെ കുമ്പിടി പുറത്തു ചാടി. ആണ് ഞങ്ങളുടെ കുമ്പിടി. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. എന്നാലും അവര് കള്ളക്കളി, ഞങ്ങൾ സത്യസന്ധമായ കളി. ശരി, നിങ്ങളാണ് വിന്നേഴ്സ് ആയിട്ടുള്ളത്. നമ്മുടെ പിഷുവിന്റെ ടീമാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു പിഷു ആൻഡ് ടീം.